പൊന്നാനി താലൂക്കിലെ ആദ്യ ലൈബ്രറികളിലൊന്നായ തൃക്കാവ് ഗ്രന്ഥാലയം സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രന്ഥാലയം പി നന്ദകുമാർ എം.എൽ.എ നാടിന് സമർപ്പിച്ചു. പൊന്നാനി സാഹിത്യ കളരിയിലെ പ്രധാനികളുടെ ഇടത്താവളവും റഫറൻസ് കേന്ദ്രവുമായ പൊന്നാനി താലൂക്കിലെ ആദ്യ ലൈബ്രറികളിലൊന്നായ തൃക്കാവ് ഗ്രന്ഥാലയമാണ് 6.5 പതിറ്റാണ്ടിന് ശേഷം സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. 1954 ശാഖാ ഗ്രന്ഥാലയമായി പ്രവർത്തനം ആരംഭിച്ച തൃക്കാവ് ലൈബ്രറി പൊന്നാനിയുടെ വായനാ സംസ്കാരത്തിന് വലിയ സംഭാവനകളാണ് നൽകിയിരുന്നത്. 1954 മുതൽ 1970 വരെ നിലവിലെ ലൈബ്രറിയുടെ സമീപത്തെ വാടകക്കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. 1998 ലൈബ്രറിക്കായി ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും ലൈബ്രറിയനെ ഉൾപ്പെടെ നിയമിച്ച് താലൂക്ക് ലൈബ്രറി കൗൺസിലിന് കീഴിൽ ഒട്ടേറെ മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. 2002 ഇത് റഫറൻസ് ലൈബ്രറിയായി ഉയർത്തി. വായനശാല പ്രവർത്തനങ്ങൾക്ക് പുറമെ കരിയർ ഗൈഡൻസ്, തൊഴിൽ പരിശീലനങ്ങൾ എന്നിവയും ഗ്രന്ഥാലയം കേന്ദ്രീകരിച്ച് നടത്തി വരുന്നുണ്ട്. 12,000-ലധികം പുസ്തകങ്ങളുള്ള ലൈബ്രറിയാണ് തൃക്കാവ് ഗ്രന്ഥാലയം. വ്യവസായി കെ.വി. അബ്ദുൽ നാസർ സൗജന്യമായി നൽകിയ 3.5 സെന്റ് സ്ഥലത്ത് മുൻ സ്പീക്കർ പി. ശ്രീരാമകൃഷ്ണന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 13 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. പി. നന്ദകുമാർ എം.എൽ.എ ഗ്രന്ഥാലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എസ്. സുധർമാൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ഷബ്ന ആസ്മി, മുൻ എം.പി. സി. ഹരിദാസ്, ഉണ്ണികൃഷ്ണൻ പൊന്നാനി, ലൈബ്രറിയൻ സുലജ, മുകുന്ദൻ മാസ്റ്റർ, പി.വി. രാമകൃഷ്ണൻ, വാസുദേവൻ നമ്പൂതിരി, കെ. ഗോപിദാസ് എന്നിവർ സംസാരിച്ചു. പൊന്നാനിയുടെ ചരിത്രം, പൊന്നാനിയുടെ മഹിമ, പൊന്നാനിയിലെ മതേതരത്വം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി മനസ്സിലാക്കണം എന്ന് വെച്ചിട്ട് ഒരു പുസ്തകം നമ്മുടെ അഷ്റഫ്, അതുപോലെ 2 സ്നേഹിതന്മാർ മനക്കില കുട്ടി അവരിറക്കിയിട്ടുണ്ട്. ഒരു പുസ്തകം വലിയ 1000 രൂപ പുസ്തകത്തിൻ്റെ വില. അത് ഞാൻ സംഘടിപ്പിച്ചു. NCV ന്യൂസ് പൊന്നാനി. കണ്ടില്ലേ, കാഴ്ചകൾ പലത്, ആവശ്യങ്ങൾ പലത്. എന്നും നിങ്ങൾക്ക് താങ്ങായി റിലയൻറ്റ് ക്രെഡിറ്റ്സ്. പണയം വെക്കുന്നത് സ്വർണമാണ്, അഭിമാനമല്ല.